ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ വെള്ളിയാഴ്ച OTT റിലീസ് എത്താൻ പോകുന്ന മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളെ കുറിച്ചും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് OTT റിലീസ് എത്താൻ പോകുന്ന ഏകദേശം 10ഓളം സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ വെള്ളിയാഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഒന്നാമത്തെ ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ തമിഴിൽ നിന്നുള്ള ചിത്രമാണ്. സോണി അഗർവാൾ കേന്ദ്ര കഥാപാത്രത്തെ ഒരു ഹൊറർ ചിത്രമാണ്. 7G എന്നാണ് ഈ സിനിമയുടെ പേര്. ഹരൂൺ ആയിരുന്നു ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ജൂലൈ മാസം 5-ാം തീയതി തിയേറ്ററിലെത്തിയ ചിത്രം ഒരു സമ്മിശ്ര അഭിപ്രായമൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആഹാ തമിഴ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആഹാ തമിഴ് വഴി നമുക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഈ ഒരു സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 9-ാം തീയതി മുതൽ ആഹാ തമിഴ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ചിത്രത്തിന്റെ OTT റിലീസ് ആയിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ വെള്ളിയാഴ്ച റിലീസ് എത്താൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ നടന്ന സംഭവം എന്ന് പറയുന്ന ചിത്രമാണ്. എന്തൊക്കെയുള്ള ഒരു മികച്ച ചിത്രം തന്നെയായിരുന്നു നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമ. തിയേറ്ററിൽ വലിയ വിജയം നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും മികച്ച അഭിപ്രായം തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയ നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. മനോരമ മാക്സ് വഴി ഈ വെള്ളിയാഴ്ച, അതായത് വ്യാഴാഴ്ച മിഡ് നൈറ്റോട് കൂടി അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെയോട് കൂടി നമുക്ക് മനോരമ മാക്സ് വഴി നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ചിത്രത്തിന്റെ OTT റിലീസ് ആയിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ച റിലീസ് എത്താൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഹിന്ദി എന്നുള്ള ചിത്രമാണ്. തപ്സി കേന്ദ്ര കഥാപാത്രത്തെ ഫിറായി ഹസിൻ ദിൽറൂമ എന്ന് പറയുന്ന ഒരു ഹിന്ദി ചിത്രമാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. അപ്പൊ നെറ്റ്ഫ്ലിക്സ് വഴി നമുക്ക് ഈ വെള്ളിയാഴ്ച മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. തമിഴ്, തെലുങ്ക് ഭാഷകൾ വരുമെന്ന് ഇതുവരെയും കൺഫേം ആയിട്ടില്ല. എന്തൊക്കെയാണ് ഒരുപക്ഷെ ഹിന്ദി റിലീസിന് ശേഷം ചിത്രത്തിന്റെ തമിഴ്, തെലുങ്ക് ഭാഷകൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ച റിലീസ് എത്താൻ പോകുന്ന മറ്റൊരു വമ്പൻ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ കമലഹാസൻ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയാണ്. തിയേറ്ററിൽ വലിയൊരു പരാജയമായിട്ട് മാറിയ ചിത്രമാണ്. ഏകദേശം 250 കോടിയോളം ബഡ്ജറ്റിൽ എത്തിയ ചിത്രം 160 കോടിക്ക് മുകളിൽ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കമലഹാസന്റെ വ്യത്യസ്ത ഗെറ്റപ്പുകളൊന്നും തന്നെ ചിത്രത്തിന് മികച്ച ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചില്ല. ശങ്കർ ആയിരുന്നു ഈ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോഴത്തെ തിയേറ്ററിലെ റണ്ണിന് ശേഷം ഇപ്പോൾ ചിത്രം OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ വരുന്ന ഓഗസ്റ്റ് മാസം 9-ാം തീയതി, അതായത് വെള്ളിയാഴ്ച വെളുപ്പിനോടുകൂടി അല്ലെങ്കിൽ വ്യാഴാഴ്ച മിഡ് നൈറ്റോടുകൂടി നമുക്ക് ഈ ചിത്രം കാണാൻ സാധിക്കുന്നതായിരിക്കും. തമിഴിന് പുറമെ തന്നെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലൂടെ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്ന നെറ്റ്ഫ്ലിക്സ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുക. അതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ച റിലീസ് എത്താൻ പോകുന്ന മറ്റൊരു വമ്പൻ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയ ടർബോ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വൈശാഖ് ആയിരുന്നു. മിഥുൻ മനോഹർ തോമസ് ആയിരുന്നു തിരക്കഥ എഴുതിയിട്ടുണ്ടായത്. 30 കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രം 70 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സോണി ലൈവ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. സോണി ലൈവ് വഴി നമുക്ക് ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഒരുപക്ഷെ നാളെ മിഡ് നൈറ്റോട് കൂടിയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെയോടുകൂടി സോണി ലൈവ് വഴി ടർബോ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. മലയാളത്തിന് പുറമെ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളുടെ ആയിരിക്കും സോണി ലൈവ് ഈ സിനിമയെ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ മറ്റു ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു ആന്തോളജി ചിത്രം വരുന്നുണ്ടെന്ന് നമ്മൾ കണ്ടാണ്. ആസിഫ് അലിയുടെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ആ മനോരഥങ്ങൾ എന്ന് പറയുന്ന വെബ് സീരീസ് ആണ്. MD വാസുദേവൻ നായരുടെ 9 കഥകളെ അടിസ്ഥാനമാക്കി 9 വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ടേഴ്സ് 9 വ്യത്യസ്തമായിട്ടുള്ള താരങ്ങൾ അണിനിരത്തി ഒരുക്കുന്ന ചിത്രമാണ് മനോരഥങ്ങൾ എന്ന് പറയുന്ന സിനിമ. മമ്മൂക്കയും മോഹൻലാലൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഓരോ സ്റ്റോറിയിലും വന്നു പോകുന്നുണ്ട്. എന്തൊക്കെയുള്ള മികച്ച ഒരു ചിത്രമായിട്ട് മാറും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് C5 ആണ് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. അപ്പൊ C5 വഴി നമുക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15-ാം തീയതി മനോരഥങ്ങൾ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സ് പങ്കുവെക്കുക. മലയാളത്തിന് പുറമെ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളോടെ ആയിരിക്കും C5 ഈ സിനിമയെ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ OTT റൈറ്റ്സ് കൺഫേം ആയ മറ്റു ചിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ചാക്കോവനും സുരാജ് വെഞ്ഞാറമൂടും കേന്ദ്ര കഥാപാത്രത്തെ ഗർ എന്ന് പറയുന്ന ചിത്രത്തിന്റേതാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ നേരത്തെ തന്നെ നമ്മൾ പങ്കുവച്ചാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഡേറ്റ് ഇതുവരെയും കൺഫേം ആക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഈ ഒരു സിനിമയെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്ട്രീമിംഗ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റിനായിട്ട്. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തരവിൽ എന്ന് പറയുന്ന ബിജു മേനോൻ ആസിഫ് അലി ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സ് നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായത് സോണി ലൈവ് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്.
ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇതുവരെയും വ്യക്തമായിട്ടില്ല. സെപ്റ്റംബർ മാസം മാത്രമേ ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാകത്തുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ ഇതിനോടെ തന്നെ റണ്ണൊക്കെ അവസാനിക്കുക ഈ ഒരു വർഷത്തെ മികച്ച ചിത്രം അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിട്ട് മാറാൻ തരവന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക സെപ്റ്റംബർ മാസം സോണി ലൈവ് വഴി ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. അപ്പൊ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ ബ്രഹ്മാണ്ഡ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പടംവാരി ചിത്രമായിട്ട് മാറിയ കൽക്കി 2898 AD എന്ന് പറയുന്ന പ്രഭാസ് നായകനായിട്ട് എത്തിയ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുക 2 OTT പ്ലാറ്റ്ഫോംസ് ആണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും അതോടൊപ്പം തന്നെ നെറ്റ്ഫ്ലിക്സും ചേർന്നാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ഹിന്ദി റൈറ്റ്സ് സ്വന്തമാക്കിയപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സൗത്ത് ഇന്ത്യൻ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അതായത് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ മാസം മാത്രമേ ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാകത്തുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായത്. കാരണം ഇപ്പോഴും ചിത്രത്തിന് മികച്ച ഒരു തിയേറ്റർ റൺ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചിത്രം സെപ്റ്റംബർ മാസത്തിൽ മാത്രമേ റിലീസിന് തയ്യാറെടുക്കത്തുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് റെക്കോർഡ് നോക്കി തന്നെയാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് വിറ്റുപോയിട്ടുണ്ടായത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക സെപ്റ്റംബർ മാസം പ്രഭാസിന്റെ കൽക്കി എന്ന് പറയുന്ന സിനിമ OTT റിലീസ് വഴി കാണുന്നതിന് വേണ്ടി. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.